എറണാകുളത്ത് 2 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേർ പിടിയിലായിരിക്കുന്നു. അസം സ്വദേശികളായ ഇസ്മയിൽ ഹുസൈൻ, അലി ഹുസൈൻ എന്നിവരാണ് കാലടിയിൽ നിന്ന് പിടിയിലായത്. വിദ്യാർത്ഥികൾക്കിടയിൽ വിൽപ്പന നടത്താനാണ് ഇവർ ലഹരി എത്തിച്ചത്. അലി അക്ബർ ഷാ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അലി അക്ബർ ഷാ, ആ സപ്ലൈ ചെയിൻ കട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലേ? പോലീസും എക്സൈസും ജാഗ്രതയോടുകൂടി തെരച്ചിൽ തുടരുന്നുണ്ട്. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ആരെയാണ്? ഇവർ കേരളത്തിലേക്ക് നിരന്തരം ലഹരി എത്തിച്ചുകൊണ്ടിരുന്ന പ്രധാന കണ്ണികളാണോ? അരുൺകുമാർ, ഈ കണ്ണി മുറിക്കാനുള്ള ശ്രമം എക്സൈസിന്റെയും പോലീസിന്റെയും ഭാഗത്തുനിന്നും വിപുലമായി തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ വാർത്തകളൊക്കെ വന്ന് കണ്ടിട്ട് പോലും ഈ ചെയിൻ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്ന വസ്തുതയാണ്. ഇപ്പോൾ എന്തായാലും 2 പേർ പിടിയിലായിരിക്കുന്നത് 2 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായാണ്. അസം സ്വദേശികളായ ഇസ്മായിൽ ഹുസൈൻ അതുപോലെ അലി ഹുസൈൻ എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഈ പ്രതികൾ നേരത്തെയും ഇത്തരത്തിൽ ലഹരി കേരളത്തിലേക്ക് എത്തിക്കുന്ന ആളുകളാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഇവരെല്ലാവരും ഇത്തരത്തിൽ നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ ട്രെയിൻ മാർഗം കയ്യിലും ബാഗിലും ഒക്കെ ഈ ലഹരി കരുതി തിരിച്ചു വരുന്നവരാണ്. ആലുവ റൂറൽ എസ്പിയുടെ ഡാൻസ് ഓഫ് ടീമാണ് ഇപ്പോൾ 2 പേരെ കാലടിയിൽ നിന്നും പിടികൂടിയിരിക്കുന്നത്. ഇവർ ഈ ലഹരി എത്തിച്ചിരിക്കുന്നത് എറണാകുളത്തെ വിവിധ ഭാഗങ്ങളിലുള്ള ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്താനാണ് എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സൂചന. അതേസമയം തന്നെയാണ് 9 കിലോ കഞ്ചാവുമായി മറ്റൊരു ഇതര സംസ്ഥാനക്കാരൻ പിടിയിലാകുന്നത്. ബംഗാൾ സ്വദേശിയായിട്ടുള്ള റബീൽ മണ്ഡലാണ് പിടിയിലായത്. കഞ്ചാവ് പിടികൂടിയത് പെരുമ്പാവൂർ ബായി കോളനിയിൽ നിന്നാണ്. നമ്മൾ നേരത്തെ തന്നെ പറയാറുള്ള ആ പ്രദേശം, അതായത് ഇത്തരത്തിൽ വ്യാപകമായി പെരുമ്പാവൂരിൽ ഈ ഇതര സംസ്ഥാനക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ലഹരിയുടെ ഇടപാടുകൾ നടക്കാറുണ്ട് എന്ന വാർത്ത നമ്മൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അതേ സ്ഥലത്ത് നിന്നാണ് 9 കിലോ, ചെറിയ അളവിലല്ല, 9 കിലോ കഞ്ചാവുമായി ഈ പറയുന്ന ബംഗാൾ സ്വദേശി ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. വ്യാപകമായ പരിശോധനകളും ഒക്കെ നടത്തുന്നുണ്ട്. നൈറ്റ് കോമ്പിംഗ് ഒക്കെ ഉൾപ്പെടെ വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട്. അതിലെല്ലാം വലിയ അളവിൽ ലഹരി വസ്തുക്കൾ പിടികൂടുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നിർബാധം തുടർന്നുകൊണ്ടിരിക്കുന്നു ഈ ലഹരിയുടെ ഒഴുക്ക് കൊച്ചിയിൽ എന്നത് വളരെ ഞെട്ടിക്കുന്ന വസ്തുതയാണ്. എന്തായാലും ആക്റ്റീവായി തന്നെ ഗ്രൗണ്ടിലുണ്ട് പോലീസും എക്സൈസും അതുപോലെ ഡാൻസ് ഓഫ് സംഘവും. അരുൺ, ഓക്കെ, താങ്ക് യു. അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, റിപ്പോർട്ടിന്റെ ക്യാമ്പയിൻ തുടരും. നിരന്തരം ഈ വാർത്തകൾ സംപ്രേഷണം ചെയ്യും. അതിന്റെ ആപത്ത് എത്രയുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തും വിധം റിപ്പോർട്ടുകൾ വന്നുകൊണ്ടേയിരിക്കും. അതേസമയം തന്നെ നമ്മൾ ജനങ്ങൾക്കിടയിലേക്കും ബോധവൽക്കരണവുമായിട്ട് ഇറങ്ങുകയും ചെയ്യും. റിപ്പോർട്ടിന്റെ മെഗാ ക്യാമ്പയിനുകൾ തുടരുകയാണ്. റിപ്പോർട്ടർ വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ്.